മാർക്കറ്റ് മോശമാകുമ്പോൾ നമ്മൾ അടുത്ത വഴികളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത ഗോൾഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് മോശമാകുമ്പം ഗോൾഡിലേക്കോ ക്രൂഡ് ഓയിൽ, പെയിൻറ്റ്, പിന്നെ ഡിഫൻസ് സെക്ടർ, പിന്നെ സോളാർ എനർജി സെക്ടർ, അങ്ങനെയുള്ള സെക്ടറുകളിൽ മാറി ചിന്തിക്കുക. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണോ നമ്മളെ കാലാവസ്ഥ എന്താണ്. തണുപ്പ് വരുമ്പോൾ കുറേ സെക്ടറുകളൊക്കെ പോകുന്ന നിങ്ങൾ സ്റ്റോക്കുകളൊക്കെ പോകുന്നത് കാണും. പിന്നെ അല്ലേ, നല്ല ചൂടുള്ള സമയത്ത് വേറെ കുറച്ച് ഐറ്റംസ് ആയിരിക്കും പോവുക. മഴയുള്ള സമയത്ത് വേറെ കുറച്ച് ഐറ്റംസ് ആയിരിക്കും, കുറേ കമ്പനികളായിരിക്കും മൂവ് ചെയ്യുക അല്ല. പല കാലാവസ്ഥയിലും പല പ്രൊഡക്റ്റുകളായിരിക്കും, പല സെക്ടറുകളായിരിക്കും, പല കമ്പനികളായിരിക്കും മൂവ് ആവുക. അപ്പോൾ നമുക്ക് എന്താണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നമ്മുടെ ക്യാഷ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ഒരെണ്ണത്തിൽ ലോങ് ടൈം ഇടുന്നത് വേറെ, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് വേറെയാണ്. ലോങ് ടൈം എന്നത്തേക്കുമായി അതിനിട്ടിരിക്കുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഇടിഞ്ഞാലും തിരിച്ച് കയറി അതിന് ഇരട്ടി സ്പീഡിൽ തിരിച്ച് കയറി വരും. ബട്ട് സ്വിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള, നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിന് അനുസരിച്ചുള്ള സെക്ടറുകളിലേക്കും കമ്പനിയിലേക്കും സ്റ്റോക്കുകളിലേക്കും ഒക്കെ മാറി മാറി ഇടണം, അല്ലെങ്കിൽ നമുക്ക് ലോസ് വരും. അതുപോലെ തന്നെ മാർക്കറ്റ് ഫാളാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണാനുള്ള അത്രയും തന്നെ മാർക്കറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് യൂറോപ്യൻ കൺട്രികളുടെയും മറ്റ് കൺട്രികളുടെയൊക്കെ വാർത്തകളാകാം, അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളാവാം, അവരുടെ ചില ടെക്നിക്കൽ പോയിൻ്റ് ഔട്ടുകൾ, ചില വാക്കൗട്ടുകളൊക്കെ ആകാം. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒക്കെ പറയുന്ന വാക്കൗട്ടുകളോ ഒക്കെ ആകാം. അപ്പോൾ എല്ലാം ഇതിനെ യുദ്ധമാകാം, എല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വിംഗ് ട്രേഡുകളെ അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ പാർഷ്യലായിട്ടെങ്കിലും ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും അടുത്ത ഒരു സെക്ടറിലേക്ക് നമുക്ക് മാറി ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ.